പണ്ട് നമ്മൾ പറയും പെൺകുട്ടികളെ സൂക്ഷിക്കണം, പെൺകുട്ടികളെ സൂക്ഷിക്കണം. ഇന്ന് പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും നമ്മുടെ ആൺമക്കളും സേഫ് അല്ല ഈ ലോകത്തെന്ന് മനസ്സിലാക്കണം. അവർക്ക് അവരുടെ ശരീരത്തിൽ ആരെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി സ്പർശിച്ചാൽ നോ എന്ന് പറയാനുള്ള ആർജവമുള്ള കുട്ടികളാക്കി വളർത്തണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ. നല്ല നട്ടലുള്ള കുട്ടികളായി. പുരുഷന്മാരോട് ഇടപഴകുമ്പോൾ അവരുടെ പെരുമാറ്റം ഇഷ്ടപ്പെടണില്ലെങ്കിൽ ഉടനെ അവരോട് സാറിൻ്റെ വൈഫ് എന്ത് ചെയ്യണം, സാറിൻ്റെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചാൽ മതി. അവരുടെ ആ ബാഡ് ഇൻറ്റൻഷൻ കുറച്ച് നേരത്തേക്ക് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അവിടെ നോക്കണം. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നമ്മുടെയൊക്കെ അപ്പുറം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മക്കളെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് അവരെ വളർത്തുവാനും അവരെ കൈകാര്യം ചെയ്യുവാനും ഒരു അഭിഭാഷകയായ എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പുറകിലും ചില ഉദ്ദേശമുണ്ട്. എന്നും പറ്റിക്കപ്പെട്ടവരെയും അബദ്ധത്തിൽ പോയി ചാടിയവരെയും അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്തവരെയും മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ അഭിഭാഷകർ. എന്നും എൻ്റെ കസേരയുടെ എതിർഭാഗം വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. എന്നാൽ ഇവിടുത്തെ അധ്യാപകരോ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളെയാണ് എന്നും എതിർഭാഗത്ത് കാണുന്നത്. അവർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ എന്നും ഈ കുഴപ്പക്കാരെ മാത്രം കാണുകയും പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെ മാത്രം കൈകാര്യം ചെയ്യുന്നവരായ ഞങ്ങൾ അഭിഭാഷകർക്ക് കുറച്ചുകൂടി അനുഭവ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം എന്നെ ഇതിന് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 34 വർഷമായി ഒരു അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരുന്ന ഞാൻ ഇന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ വന്ന കാലത്ത് കൈകാര്യം ചെയ്യുന്ന കേസുകളും ഈ കാലത്ത് കൈകാര്യം ചെയ്യുന്ന കേസുകളും തമ്മിൽ വളരെ വലിയൊരു അന്തരമുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന കേസുകളും മധ്യവയസ്കരുടെ ഇടയിൽ നിന്ന് വരുന്ന കേസുകളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുടുംബ കോടതികളിലെ കേസുകളിൽ കാണുന്ന ഒരു പ്രത്യേകത, എല്ലാ കേസിനും കോമൺ ആയിട്ട് ഒരു സ്വഭാവമുണ്ട്. അവരിൽ 2 പേർക്ക് ആർക്കോ എങ്ങനെ സ്നേഹിക്കണമെന്നറിഞ്ഞുകൂടായിക. വരുന്ന എല്ലാ കേസുകളിലെയും ഒരു ഭാഗം അങ്ങനെയായിരിക്കും. കുടുംബ കോടതിയിലെ എല്ലാ കേസുകളിലും എങ്ങനെ സ്നേഹിക്കണമെന്നറിഞ്ഞുകൂടായിക. അതവരെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി എത്തിക്കും. പിന്നീട് അവരുടെ മക്കളെയും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി എത്തിക്കും. എൻ്റെ ഈ 34 വർഷത്തിനിടയ്ക്ക് ഒരു കുടുംബത്തിലെ 3 തലമുറയിൽപ്പെട്ടവർ ഞാൻ കൈകാര്യം ചെയ്ത കേസുകളിലൂടെ കടന്നു പോകേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. അതായത് ഞാൻ കോട്ടയത്ത് കുടുംബ കോടതി വന്നത് ഞാൻ പ്രാക്ടീസിന് വന്നതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് വന്നത്. അന്ന് ഞാൻ 92-ൽ പ്രാക്ടീസിന് വരുമ്പോൾ ഒരു 100-ൽ താഴെ മാത്രം കേസുകളെ കോട്ടയം ജില്ലാ കോടതിയിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നിട്ടുള്ളൂ. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അതിൽ പകുതിയോളം കേസുകൾ ജഡ്ജിമാരിടപെട്ട് സംസാരിച്ച് തീർത്തു പോകും. പിന്നെ ചെറിയൊരു ശതമാനം തന്നെ പിൻവാങ്ങും. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ തെളിവെടുപ്പിലേക്കും വാദത്തിലേക്കും ഒക്കെ പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഈ ജില്ലയിൽ ഇന്ന് ഈ കുടുംബ കോടതി സ്ഥാപിച്ചതിന് ശേഷവും നിയമസാക്ഷരത വർദ്ധിച്ചപ്പോഴും, അതും പറയണമല്ലോ അതിൻ്റെ കൂടെ, ഇപ്പോൾ ഈ ജൂലൈയിൽ ഞാൻ ഇന്നലെ ഫയൽ ചെയ്തൊരു കേസിന് കോട്ടയം ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ കിട്ടിയ നമ്പർ 700 എത്രയോ ഒരു നമ്പറാണ്. ഒരു വർഷം 2000-ഓളം കേസുകളാണ് ഓരോ കുടുംബ കോടതിയിലും ഫയൽ ചെയ്യപ്പെടുന്നത്. ഇത് കോട്ടയം ജില്ലയിൽ 2 കോടതിയുണ്ട്. ഞാൻ ഈ ചെറിയ ജില്ലയുടെ മാത്രം കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 4000-ഓളം കേസുകൾ ഒരു വർഷം കോടതിയിലെത്തുന്നു. ഇതുകൂടാതെ എത്രയോ വീടുകളിൽ 2 മുറികളിൽ കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്. പ്രശ്നങ്ങൾ കോടതിയിലേക്ക് എത്തിക്കാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം,
അതിലേക്ക് തിരിച്ചു വരാം. എങ്ങനെ സ്നേഹിക്കണമെന്നറിഞ്ഞുകൂടായിക. ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മമാരോടും ഞാൻ അങ്ങേയറ്റം സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചേ പറ്റൂ. അപ്പോൾ പറയും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യണത്, എന്നാൽ പോലും അവരെ പിടിച്ചാൽ കിട്ടുന്നില്ല. നമുക്ക് ഒരു കൗൺസിലിങ്ങിന് വിട്ടാലോ കുട്ടിയെ എന്ന് ചോദിക്കുന്ന എത്രയോ പാരൻസ് ഉണ്ട്. കുട്ടിക്കല്ല കൗൺസിലിംഗ് വേണ്ടത്, നിങ്ങൾക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഒരു ബോധ്യം നിങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് കുട്ടിയെ വളർത്തിയേ പറ്റൂ. ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ വളർന്നത്, ഒരു വ്യക്തി വളർന്നത് വളർത്തുമായിരുന്നിട്ടുണ്ടാവില്ല, വളരുമായിരുന്നിട്ടുണ്ടാവും തന്നെ എല്ലാം. പക്ഷേ ഇന്നതല്ല. ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ അവൻ ആദ്യം അല്ലെങ്കിൽ അവൾ ആദ്യം സ്നേഹം എന്ന വികാരം മനസ്സിലാക്കുന്നത് അവൻ്റെ അമ്മയിൽ നിന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് ആ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അറിയാതെ അമ്മമാർ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടായിരിക്കും പാല് കൊടുക്കുന്നത്. എത്ര വിഷമങ്ങളിലൂടെ അവൾ കടന്നു പോകുന്നവളാണെങ്കിലും ആ കുഞ്ഞിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. അപ്പം ആ കുട്ടിയും തിരിച്ച് പുഞ്ചിരിക്കും. അങ്ങനെ പതുക്കെ ആ അമ്മയുമായി ഒരു ആത്മബന്ധം ആ കുട്ടിക്ക് ഉണ്ടായി വരും. അത് പിന്നീട് അച്ഛനിലേക്കും മുത്തശ്ശനിലേക്കും അമ്മമ്മയിലേക്കും ഒക്കെ അങ്ങ് പടർന്ന് പോവുക. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞിന് ഈ ലോകത്ത് പിറന്നു വീഴുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു വികാരം സ്നേഹമാണ്. ഏതോ ഒരു സന്ദർഭത്തിൽ എവിടെയോ വെച്ച് അതങ്ങ് കൈവിട്ടു പോകും അവന് അല്ലെങ്കിൽ അവൾക്ക്. അത് ജോലിഭാരം കൊണ്ടായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ഒരു സ്നേഹപൂർവമായ ഒരു സ്പർശമേൽക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾ ധാരാളം ഇന്നിവിടെ വന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഇതിലെത്ര പേര്, ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് നിങ്ങളുടെ കുട്ടികൾക്ക് സ്നേഹപൂർവ്വം ഒരു ഉമ്മ ഇടയ്ക്കെങ്കിലും കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ട്? കൊടുക്കാത്തവർ എന്ന് പറയണ്ട, എത്ര പേര് സ്നേഹപൂർവ്വം ഒരു ഉമ്മ കൊടുക്കാറുണ്ട്? ഒന്ന് കൈവെക്കാമോ? വെരി ഗുഡ്. എങ്കിലും കുറച്ച് പേരെങ്കിലും ആ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാത്തവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്നേഹപൂർവ്വം അവൻ്റെയോ അവളുടെയോ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ ഒരമ്മയ്ക്കും ഒരച്ഛനും സാധിക്കണം. അതിനി നമ്മൾക്ക് 90 വയസ്സായാലും 90 ഇയർ ഓൾഡ് ആയാലും നമ്മുടെ മക്കളെ നമ്മളൊന്ന് താത്തിപ്പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അവനുണ്ടാകുന്ന അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന ഒരു ആത്മധൈര്യം വളരെ വലുതാണെന്ന് ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കുക. അവൾക്കുണ്ടാകുന്ന ഒരു സെക്യൂർ ഫീലിംഗ്, എനിക്കൊരു പ്രശ്നം വന്ന എൻ്റെ അമ്മയുണ്ട്, എനിക്കൊരു പ്രശ്നം വന്ന എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ ഈ പ്രശ്നമൊന്നും വലിയ കാര്യമല്ല, അത് അവർ ഡീൽ ചെയ്ത് തരും എന്ന ഒരു തോന്നൽ നിങ്ങൾ ബോധപൂർവം ജനിപ്പിച്ചെടുക്കണം കുട്ടികളിൽ. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന വാക്ക് ബോധപൂർവം. കുട്ടികൾക്കത് മനസ്സിലാവത്തക്ക രീതിയിൽ ഒരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഇതൊരു അവസരമായി കാണണം. നല്ല ഓർമ്മകൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നമ്മളുടെ അച്ഛനെക്കുറിച്ചും നമ്മുടെ അമ്മയെക്കുറിച്ചും എന്ത് ഓർമ്മകളാണുള്ളത്? നല്ല ഓർമ്മകളുള്ളവർ ഒന്ന് ഓർത്തു നോക്കൂ. ഇപ്പോഴും മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ, ആരുമില്ലാത്ത സന്ദർഭങ്ങളിൽ അറിയാതെയെങ്കിലും കണ്ണ് നനഞ്ഞു പോകുന്നു നമ്മുടെ. എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് അവരിൽ നിന്ന് നല്ലത് മാത്രം ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ്. വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്, അതൊന്നും നമ്മുടെ വ്യക്തിത്വത്തെ ബാധിച്ചിട്ടില്ല. അപ്പോൾ വ്യക്തിത്വത്തെ ബാധിക്കാത്ത രീതിയിൽ, കുട്ടികളുടെ വ്യക്തിത്വത്തെ ബാധിക്കാത്ത രീതിയിൽ ആ സ്നേഹം പങ്കുവെക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും സ്നേഹിക്കുന്നതിന്. ചില അച്ഛന്മാർ വീട്ടിൽ ഒട്ടും മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കില്ല. അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അമ്മ പ്രകടിപ്പിക്കണം എന്നാണ് ഞാൻ പറയണേ. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം.
നിങ്ങൾ അവൾക്ക് ഇന്ന് എന്ത് സന്തോഷമായിട്ട് അവൾ വന്ന് പറഞ്ഞത്, അവൾക്ക് ഇത്രയും മാർക്ക് കിട്ടിയെന്ന്. നിങ്ങൾ എന്താ അവളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാഞ്ഞ്, നിങ്ങൾ എന്താ അവൾക്കൊരു ഉമ്മ കൊടുക്കാഞ്ഞ്, നിങ്ങളൊന്ന് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ആ അമ്മ ആ അച്ഛനെ പ്രലോഭിപ്പിച്ച് സ്നേഹിച്ച് മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡിന് ഞങ്ങൾ സ്ത്രീകളോടാണ് പറയണത്, നിങ്ങളുടെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ്, അതായത് സ്നേഹിക്കാൻ അറിഞ്ഞൂടായത്. അങ്ങേരുടെ ഉള്ളിലുണ്ട്, നിറച്ച് സ്നേഹം ഉണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തൊരു ഭർത്താവിനെ അത് പ്രകടിപ്പിക്കത്തക്ക രീതിയിലാക്കിയെടുക്കുന്നതിലാണ് ഒരു സ്ത്രീയുടെ കഴിവ്. ഒരിക്കലും അച്ഛൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന അമ്മ ഒരു മാതൃകയേ അല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളോടും ഞാൻ പറയട്ടെ, ഒരു അച്ഛൻ്റെ കുറ്റം, അച്ഛൻ്റെ ബന്ധുക്കളുടെ കുറ്റം മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരും, അമ്മയുടെ കുറ്റവും അമ്മയുടെ ബന്ധുക്കളുടെ കുറ്റവും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അച്ഛനും ഒരിക്കലും ഒരു നല്ല മാതൃകയല്ല മക്കൾക്ക്. ഇത് ബൂമറാങ് പോലെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ ഓർത്തോളൂ. ചെറിയ പ്രായത്തിൽ ഇറ്റ്സ് ഓക്കെ, അതിന് അവർ വലുതാവുന്നൊരു സാഹചര്യം വരും, നിങ്ങൾക്കിത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ ആ അമ്പ് എയ്യുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് മക്കൾക്കൊരിക്കലും നമ്മുടെ പങ്കാളിയുടെ ഇതൊക്കെ കുട്ടികൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിതൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇതൊക്കെ കുട്ടികൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇനി വീട്ടിൽ രണ്ട് തരത്തിൽ ഇവിടെ ഇരിക്കുന്നവരുടെ ജീവിതം രണ്ട് തരത്തിലായിരിക്കാം. ഒന്ന് വളരെ സാധാരണയായി സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നു. ഇതല്ലാതെ പ്രശ്നങ്ങളുടെ നടുക്ക് നടക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്ത് ChatGPT-യോട് കുട്ടികൾ സൗഹൃദം പുലർത്തുന്നു. അതിനെക്കുറിച്ച് എത്ര പേർക്ക് ഇവിടെ അറിയാം? ChatGPT എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഈ മൊബൈലിൽ അത് നമ്മുടെ മൊബൈലിലൂടെ കൈകാര്യം ചെയ്യാം. ഇതൊക്കെ കുട്ടികൾക്കറിയാം. അപ്പോൾ അവർക്കൊരു പ്രശ്നം വന്നാൽ അവർ ChatGPT-യോട് പറയുക, ഇങ്ങനെ ആരുമില്ല പറയാൻ. അമ്മയ്ക്ക് നേരെയില്ല, അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യ, അമ്മയ്ക്ക് എപ്പോഴും വഴക്കുണ്ടാക്കാനേ നേരമുള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകണം, രാത്രി തിരിച്ചു വരും, പിന്നെ അമ്മ അടുക്കളയില്ല, അമ്മയ്ക്ക് ഇതിനൊന്നും നേരെയില്ല. പിന്നെ ആ കുട്ടി ആരോട് പറയും? അപ്പം ChatGPT-യോട് പറയും. ഇപ്പം ഞാനും കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കിത് അറിയില്ലായിരുന്നു, ഇതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യണമെന്ന്. ഇപ്പം എൻ്റെ സണ്ണിനിലോ, എൻ്റെ മകളുടെ ഭർത്താവ് ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, മോനെ ഇങ്ങനെ പറയണതൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യണേ, ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത് ചെയ്യണേ? അപ്പം എന്നോട് മോൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്താ അറിയണ്ടേ, അമ്മ അത് ഞാൻ ChatGPT എടുത്തു തരാം, അമ്മ ചോദിച്ചു നോക്കൂ അമ്മയ്ക്ക് എന്താ അറിയേണ്ടതെന്ന്. അപ്പം ഞാൻ ഈ ChatGPT-യോട് ചോദിച്ചു, എൻ്റെ അച്ഛൻ ഭയങ്കര മദ്യപാനിയാണ്, വൈകുന്നേരം വീട്ടിലേക്ക് വന്നാൽ പിന്നെ അമ്മയും അച്ഛനും തമ്മിൽ യു ഫൈൻഡ് ഔട്ട് എ തേർഡ് പേഴ്സൺ ഹൂം യു കുഡ് റിലൈ. നീ ഒരു മൂന്നാമതൊരാളെ കണ്ടുപിടിക്കൂ, നിനക്ക് വിശ്വാസം അർപ്പിക്കാവുന്ന മൂന്നാമതൊരാളെ കണ്ടുപിടിക്കുമെന്ന്. എന്നിട്ട് നിന്റെ കാര്യങ്ങൾ പറയൂ, എല്ലാം പറയരുതെന്ന്. നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, ChatGPT ഇങ്ങനെ ഒരു ഉത്തരം തരും. അങ്ങനെ ഒരു ഉത്തരം നമ്മുടെ കുട്ടി കാണുമ്പോൾ ആ കുട്ടിക്ക് വിശ്വാസമുള്ള മൂന്നാമതൊരു വ്യക്തി ആരായിരിക്കും എന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. പിയർ ഗ്രൂപ്പിലുള്ള, അവളുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒപ്പമുള്ള ഒരു കുട്ടിയോടെ അവന് വിശ്വാസം ഉണ്ടാവുള്ളൂ, അവന് സ്നേഹം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് അവളുടെ സങ്കടം മുഴുവൻ പറയും, അടുത്തടുത്തിരുന്ന സങ്കടങ്ങൾ പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ അവർ തമ്മിൽ സ്പർശിക്കാൻ തുടങ്ങും. ആ സ്പർശം അവളിൽ വേണ്ടാത്ത വികാരം ഉണ്ടാക്കും. അത് നാളെ എവിടെ ചെന്നെത്തും? കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വീട്ടിൽ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പല കേസുകളിലും സംഭവിക്കുന്നതാണ്. പെൺകുട്ടികൾ ഈ ആൺകുട്ടികളെ തള്ളി പറയും അവർക്ക് കുഴപ്പം വരാതിരിക്കാൻ. അതോടുകൂടി ആ ആൺകുട്ടി കേസിൽ പ്രതിയാവും, പോക്സോ കേസിൽ പ്രതിയാവും. അപ്പോൾ ഇതൊരു മിക്സ്ഡ് സ്കൂളല്ലേ, അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർ, ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ പ്രത്യേകിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, 18 വയസ്സിന് മുമ്പാണെങ്കിലും ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്താൽ അവൻ പിടിക്കപ്പെടും. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ശരീരത്തിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഞാൻ പറയുന്നത്.
18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചാൽ പോലും 5 വർഷം വരെ തടവും പിഴയും ഈടാക്കാവുന്നതാണ്. അപ്പോൾ എത്ര റിസ്കിയാണ് ആലോചിച്ച് നോക്കൂ. അവരുടെ പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചാൽ. അപ്പൊ ചോദിക്കും, അപ്പൊ എന്താ ആൺകുട്ടികൾ പാവം പിള്ളേര്? ഇനി ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരെ, പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് ഞാൻ പറഞ്ഞുതരാം. ഒരേ പ്രായത്തിലുള്ള 16 വയസ്സും 17 വയസ്സും അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികൾ തമ്മിൽ പ്രണയിക്കുകയും ആ പെൺകുട്ടിയെ ഈ ആൺകുട്ടി ഈ പറഞ്ഞതുപോലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്താൽ, നാളെ ആ ആൺകുട്ടി പറയുകയാണ്, അവള് എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും എനിക്കൊരു വികാരം വളർത്തുകയും ചെയ്തപ്പോഴാണ് ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മകളും കേസിൽ പ്രതിയാകും. ആൺകുട്ടിയും പെൺകുട്ടിയെയും ഒരുപോലെയാണ് പോക്സോ നിയമം കാണുന്നത്. അപ്പോ ഒരു ആൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഒരു പെൺകുട്ടി സ്പർശിക്കുകയും അത് മറ്റൊരു തരത്തിലേക്ക് പോവുകയും ചെയ്താൽ അവളും ശിക്ഷിക്കപ്പെടും. ഇപ്പോൾ പല കേസുകളിലും അങ്ങനെ പോലീസ് കേസെടുക്കുന്നുണ്ട്. ഇത് മക്കൾക്ക് ഒരു ബോധവൽക്കരണം പോലെ ഇന്നിവിടെ നിന്ന് മനസ്സിലാക്കി എന്നുള്ള തരത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന് അച്ഛനമ്മമാർക്ക് വായനയുണ്ടാകണം, അറിവുണ്ടാകണം, പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു കഴിവും ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സ്വാധീനിക്കാനൊരു കഴിവുണ്ടാകണം. സ്നേഹപൂർവം, ശാസനാപൂർവം. ശിക്ഷണം കിട്ടാത്ത ഒരു മക്കളും, അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ വളരാത്ത ഒരു മക്കളും നല്ലോണം വളരില്ല. അടിച്ചും ശപിച്ചുമല്ല മക്കളെ വളർത്തേണ്ടത്. ആ കാലമൊക്കെ പോയി. പണ്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും നമ്മളെ ഒന്നും യേശുല്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ അച്ഛൻ, എൻ്റെ പ്രായത്തിലുള്ള ഒരു വ്യക്തിയെ, എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെ എൻ്റെ അച്ഛൻ തല്ലിയാലോ അമ്മ തല്ലിയാലോ എനിക്ക് ഓടിച്ചെല്ലാൻ എൻ്റെ അമ്മമ്മയുണ്ട്, എൻ്റെ മുത്തശ്ശനുണ്ട്, എൻ്റെ അപ്പുറത്തെ കുഞ്ഞമ്മയുണ്ട്, അമ്മായിയുണ്ട്, ചിറ്റമ്മയുണ്ട്. എല്ലാവരോടും പോയി ഇനി ഇവരാരും ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആ ചേച്ചിയുണ്ട്. എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധമാണ്. ഒരു കൂട്ടുകുടുംബം പോലെയാണ് ആ നാട് മുഴുവനും. നമുക്കൊരു സങ്കടം വന്നാൽ ഓടിച്ചെല്ലാനും പറയാനും നമ്മളെ സമാധാനിപ്പിക്കാനും ധാരാളം പേരുണ്ട്. ഇന്നോ അണുകുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മക്കളും മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ കുട്ടികൾക്ക് സങ്കടം പറയാൻ ആരുമില്ല. അപ്പൊ നമുക്ക് പറയാൻ ആളുകൾ ഉള്ളവരും ബന്ധുബലമുള്ളവരും നമുക്ക് ഓടിച്ചെന്ന് ഒരു സങ്കടം പോലെ ഇതൊന്നും ആരെ യേശു പോലും ഇല്ലായിരുന്നു. തല്ലിയാലോ വഴക്ക് പറഞ്ഞാലോ പ്രാഗിയാലോ ഒന്നും. ഇന്നതല്ല. മനുഷ്യബന്ധങ്ങൾ മറ്റൊരു തരത്തിലാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ കുട്ടികൾക്ക് 14ഉം 15ഉം വയസ്സേ ആയിട്ടുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്ക് 15-16 വയസ്സ് മാക്സിമം അത്രേ ആയിട്ടുള്ളൂ. അവരോട് പറയണം, ഈ ലോകത്ത് കുറഞ്ഞതൊരു 60 വർഷമെങ്കിലും നിങ്ങൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഈ 60 വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ് ഈ 2 വർഷം കൊണ്ട് നമ്മൾ സാധിച്ചെടുക്കുന്നത്. അവരുടെ വ്യക്തിത്വം വികസിപ്പിച്ചു വരുത്തുക നമ്മൾ. വളരെ വലിയ ഉത്തരവാദിത്തമാണ് അത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മക്കൾക്കല്ല കൗൺസിലിംഗ് വേണ്ടത്, അച്ഛനമ്മമാർക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ചുമ്മാ ഉപദേശങ്ങൾ കൊടുക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ, അതാ ഞാൻ പറഞ്ഞത്, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നല്ല ബോണ്ടേജ് കണ്ട് പിള്ളേർ വളരുകയാണെങ്കിൽ ക്രിമിനൽസിൻ്റെ എണ്ണം കുറയും ഈ നാട്ടിൽ. എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ നിത്യേന കാണുന്നൊരു കാര്യമാണ്. ഞാനിനി ജയിലിൽ ഇടയ്ക്കൊരു വിസിറ്റിന് പോകും. ഈ നിയമസേവന അതോറിറ്റിയുടെ ഭാഗമായിട്ട് ജയിലിൽ വിസിറ്റിന് പോകുമ്പോൾ, പണ്ടൊക്കെ ജയിൽ വിസിറ്റ് നടത്തുമ്പോൾ അവിടെ കൂടുതൽ ഒരു 40 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു. ഇന്നതല്ല. ഒരു 60% മുകളിൽ
30 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ്. നല്ല തിളക്കമുള്ള കണ്ണുകളും നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളും ഈ മോഷണ കേസിലും കഞ്ചാവ് കേസിലും കൊലക്കേസിലും എല്ലാം പ്രതികളായി ജയിലിൽ കഴിയുന്ന സീൻ വളരെ സങ്കടകരമാണ്, വളരെ സങ്കടകരം. മുഖത്തേക്ക് നോക്കില്ല ആ കുട്ടികൾ പലരും. അവർക്ക് ഞാനിതുപോലെ പോയി ഒന്ന് സംസാരിക്കാനൊക്കെ മുഖത്തേക്ക് നോക്കില്ല, അവർ താഴേക്ക് നോക്കിയിരിക്കുള്ളൂ. അവരുടെ അച്ഛനമ്മമാരെ എന്തുമാത്രം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അവർ ലീസ്റ്റ് ബോധേഡാണ്. ഞാൻ ഒരിക്കൽ അവർക്കൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന സംഗതി എന്താന്ന്? 2 പേരെണീറ്റ് എന്ന് പറഞ്ഞു, പണം. ഞാൻ പറഞ്ഞു, നീ എൻ്റെ വക്കീൽ ഓഫീസിൽ വന്നിരിക്കുക കുറച്ചു നേരം. നിറയെ പൈസയുള്ളവർ, വലിയ വണ്ടികളിൽ വന്ന് ഇറങ്ങുന്നവർ, സ്വസ്ഥത എന്ന് പറയണില്ലാത്ത ആളുകളെ ഞാൻ കാണിച്ചു തരാമെന്ന്. ഇതൊക്കെ മാഡം പ്രസംഗിക്കാനല്ലേ പറ്റത്തുള്ളൂ, പണത്തിന് പണം വേണ്ടേ? ഞാൻ ചോദിച്ചാൽ അതിനാണോ നീ ഈ കഞ്ചാവ് കടത്താൻ പോയത്? നല്ലോണം പൈസ കിട്ടും മാഡം, പിന്നെ എന്തു പോയി പറയണേ, പിടിച്ചത് പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇത്രേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. ഇപ്പൊ പണത്തിനോടുള്ള ആസക്തി കുട്ടികളിൽ എങ്ങനെ വളരുന്നു? ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഭർത്താക്കന്മാരാരെങ്കിലും, നിങ്ങളിലുള്ളവരുടെ ഹസ്ബൻഡ്സ് ആരെങ്കിലും വഴിവിട്ട് പണമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, കൈക്കൂലി മേടിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, നിയമാനുസൃതം ലഭിക്കേണ്ട തുകയല്ലാതെ വീട്ടിലേക്ക് പണം വരുന്നുണ്ടെങ്കിൽ സ്നേഹപൂർവം അതിനെ കൺട്രോൾ ചെയ്യണം ഭാര്യ. നമുക്ക് വേണ്ട ആ പണം, നമുക്ക് അങ്ങനത്തെ ഒരു ആർഭാടം വേണ്ട എന്ന് പറയണം. പല പുരുഷന്മാരും കൈക്കൂലി വാങ്ങിക്കുന്നതും മറ്റു രീതിയിൽ പണം ഉണ്ടാക്കുന്നതും ഒക്കെ ഭാര്യയും മക്കളെയും സന്തോഷിപ്പിക്കാനോ അവർക്ക് സന്തോഷിക്കാനുമാണ്. അങ്ങക്ക് വേണ്ട അങ്ങനെ ഒരു പണം, നമുക്ക് വേണ്ട. ഇങ്ങനെ കുറേ പ്രാവശ്യം പറയുമ്പോൾ അവരതിൽ നിന്ന് പതുക്കെ പിൻവാങ്ങും. മദ്യപാനിയായ ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണില്ലേ? എൻ്റെ പൊന്നു സഹോദരിമാരെ, ധാരാളം മാർഗങ്ങളുണ്ട് അതിന്. ആ മാർഗങ്ങൾ അവലംബിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്നേഹപൂർവ്വം പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനൊക്കെ ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനെയുള്ള ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഞാൻ പറയും, നിങ്ങൾ നിയമസേവന അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ. നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കൂ, ഇങ്ങനെ ഭർത്താവ് മദ്യപാനിയാണ്, ഭർത്താവ് ഞാൻ യാതൊരു തരത്തിലും വീട്ടിലൊരു സ്വസ്ഥത തരുന്നില്ല, ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി തരണം, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജഡ്ജിമാരുൾപ്പെട്ട പാനല് ഇയാൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞ് ഇയാൾ വരുമ്പോൾ അതിനു വേണ്ട സംവിധാനം ചെയ്തു തരും. അയാളെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് എത്തിക്കാനുള്ള സഹായം ചെയ്തു തരും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു അറുതി ഉണ്ടാക്കിത്തരാൻ. എല്ലാവർക്കും അങ്ങനെ ഒരു റിലീഫ് കിട്ടിയില്ലെങ്കിലും ഒരു നല്ല ശതമാനം സ്ത്രീകൾക്കും അവിടെ വന്നാൽ ഒരു റിലീഫ് കിട്ടാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഇവള് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവൾ പരാതിപ്പെടുമെന്നുള്ള ഒരു മെസ്സേജെങ്കിലും അയാൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുകൂടി ഈ കുട്ടികൾ നോക്കിക്കൊണ്ടായിരിക്കണേ. ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, അച്ഛന് കടമുണ്ട്. അമ്മ ആ ഒരു സിറ്റുവേഷനിൽ അച്ഛനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അമ്മുമ്മയെ കൊണ്ട് വീട്ടിൽ വലിയ പ്രശ്നമാണ്. ആ അമ്മ അച്ഛനും ചേർന്ന് ആ അമ്മുമ്മയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? സ്നേഹമായിട്ടാണോ, അല്ലെങ്കിൽ അവരുമായി എന്നും ശണ്ടയാണോ? ഇതെല്ലാം കുട്ടികളുടെ പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടികൾ സ്പോഞ്ച് പോലെയാണ്, അവരിങ്ങനെ ഒപ്പിയെടുക്കും. നിങ്ങളുടെ ഓരോ പ്രവർത്തനവും, നിങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ശരീരഭാഷ, നിങ്ങൾ ദേഷ്യപ്പെടുന്ന രീതി, നിങ്ങൾ സ്നേഹിക്കുന്ന രീതി, നിങ്ങൾ അസൂയ പ്രകടിപ്പിക്കുന്ന രീതി, ഇതെല്ലാം കുട്ടികൾ കണ്ടുപിടിക്കുക. ഇതെല്ലാം അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെ നല്ലവണ്ണം സ്വാധീനിക്കുമെന്ന് നിങ്ങളോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഈ നേച്ചറൊക്കെ കുട്ടികൾ കാണുകയാണ്. നിങ്ങളിപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ പാത്രം എടുത്ത് ദേഷ്യപ്പെട്ടു ഒച്ചത്തിൽ വെച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ കിടന്ന് പണിയെടുക്കണു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എന്തെല്ലാം ചെയ്യണു, എനിക്കൊരു വിലയില്ല ഈ വീട്ടിൽ, ഞാൻ എന്തിനാ ഈ കഷ്ടം. ഈ പരിദേവനം പറയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ സ്ത്രീകളിലുണ്ടെങ്കിൽ ഇന്നത് നിർത്തിക്കോണം.
കാരണം ഈ പരിദേവനം നിങ്ങളെ മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും അകറ്റി കൊണ്ടുപോകുമെന്നല്ലാതെ നമ്മളെ ആരും മനസ്സിലാക്കത്തില്ല. ഞാനിത് പറയാൻ കാരണം എൻ്റെ അടുത്ത് വരുന്ന ഫാമിലി മാറ്ററുകളിലെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഞാനിങ്ങനെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കാറുണ്ട്. എന്താണ് മോനെ അങ്ങനെ, നീ എന്തിനാ അങ്ങനെ പെരുമാറിയത്, നീ എന്താ സ്നേഹത്തോടെ അവളോട് പെരുമാറാത്തെ? അപ്പോൾ കുറച്ച് നേരമൊക്കെ മിണ്ടാണ്ടൊക്കെ ഇരിക്കും. പതുക്കെ സ്നേഹിച്ച് ഞാൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ റീസൺ വീട്ടിൽ നിന്ന് തന്നെ അവരുടെ വ്യക്തിത്വ വികാസത്തിൽ വന്ന കുഴപ്പമാണ്. അത് പെരുമാറ്റ വൈകല്യങ്ങളായി പിന്നീട് അവരുടെ ജീവിതത്തിൽ പുറത്തു വരുന്നു എന്ന് മാത്രം. ഒരേ രീതി അവലംബിക്കും മക്കള്. നമ്മളെങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും അവരവരുടെ ലൈഫിൽ. അപ്പോൾ ഒന്ന് കോഷ്യസ് ആവാനാണ് ഇതുപോലത്തെ ക്ലാസ്സുകൾ. ഒന്ന് ശ്രദ്ധിക്കാൻ. നിങ്ങളെ തന്നെ, നമുക്കറിയാലോ നമ്മുടെ ന്യൂനത എന്താന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ ന്യൂനത എന്താന്ന്. നിങ്ങളുടെ ഗുണങ്ങൾ എന്താണെന്നും അറിയാം. അതിലുള്ള ന്യൂനതകളെ പരിഹരിക്കാൻ, നിങ്ങളുടെ ഗുണങ്ങളെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ, അതിനാണ് ഇതുപോലത്തെ ക്ലാസ്സുകൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികൾക്ക് നല്ല ഓർമ്മകൾ നമ്മൾക്ക് സമ്മാനിക്കാൻ സാധിച്ചേ പറ്റൂ. എനിക്കെൻ്റെ അച്ഛൻ കഴിഞ്ഞുള്ള ഈ ലോകത്ത് എന്തും, എൻ്റെ അമ്മയുടെ കണ്ണ് നനയാൻ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് ഈ പ്രായത്തിൽ, ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയ കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ, അങ്ങനെ ഒരു ചിന്തയുണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാലേ നിനക്ക് നല്ല മനോഭാവം ഉണ്ടാവുള്ളൂ. നിനക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാലേ നിനക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ നിനക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് നീ നിൻ്റെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം മക്കളെ. നിനക്ക് ദൈവാധീനം വേണം. അമ്മയും പ്രാർത്ഥിച്ചോളാം, അച്ഛനും ഭഗവാനോട് പ്രാർത്ഥിച്ചോളാം, അച്ഛൻ പള്ളിയിൽ പോകുമ്പോൾ അച്ഛനും പ്രാർത്ഥിച്ചോളാം. നിൻ്റെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം. അവരുടെ കുഴപ്പങ്ങൾ മുഴുവൻ നിനക്ക് വരും, അല്ലെങ്കിൽ നിൻ്റെ കുഴപ്പങ്ങൾ അവർക്ക് കൊടുക്കാനൊരു ഇടം നീ വരുത്തുകയും ചെയ്യരുത്. ഇങ്ങനെ നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഗുണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നല്ല സമയമാണ്, തുടങ്ങിയല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, എൻ്റെ മക്കൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ ഞാൻ മനമുരുകി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ റൂംമേറ്റ്സ് നല്ലതായിരിക്കണേ, അവർക്ക് നല്ലൊരു കൂടെ വന്ന് റൂം ഷെയർ ചെയ്യണ പിള്ളേർ നല്ലതായിരിക്കണേ ഭഗവാനെ, ഗുരുവായൂരപ്പ എന്ന് ഞാൻ എന്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ. എൻ്റെ കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവരൊക്കെ അവരുടേതായ ജീവിതത്തിലേക്ക് പോയി. എങ്കിലും ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളും കൂടെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറയണു, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. മക്കളെ പഠിപ്പിച്ചൊരു നിലയിലെത്തി അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നിസ്സാര കാര്യമല്ല. അതിൻ്റെ പുറകിൽ നമ്മുടെ മനസ്സ് മുഴുവനും അതിലേക്ക് നിങ്ങളൊരു 3-4 വർഷം നിങ്ങളൊന്ന് ഇനി അങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് കുട്ടികളെ കൈവിട്ട് പോവില്ല, ഉറപ്പ്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ഇവിടെ +1 കയറിയ കുട്ടികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പെരുമാറ്റ വൈകല്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അതായത് പെരുമാറ്റ വൈകല്യം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഓട്ടം, പഠിക്കില്ല, ശ്രദ്ധയില്ല, കോൺസെൻട്രേഷൻ ഇല്ല, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുന്നില്ല. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, എപ്പോഴും പഠിക്കുന്നുണ്ട് പാവം, പക്ഷെ മാർക്കില്ല. അവൻ്റെ ബുക്ക് എടുത്ത് നോക്കിയാൽ മുഴുവൻ കുത്തി വരച്ച പോലെ എഴുതി വെക്കണേ, ഒരു നീറ്റേ അല്ല ബുക്ക്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ആവശ്യമില്ലാതെ നുണ പറയുക. ഇനി അതല്ലെങ്കിൽ ചെറിയ കളവുകൾ, നല്ലതായിട്ട് നുണ പറയുക. എന്തെങ്കിലും ഇതുപോലുള്ള പെരുമാറ്റം. പിന്നെ ഓവർ വൃത്തി, കൈ കഴുകുന്നു, ബാത്റൂമിൽ പോയാൽ പലതവണ കഴുകുന്നു, പലതവണ അണ്ടർഗാർമെൻറ്റ്സ് മാറുന്നു. ഇതിൻ്റെ എല്ലാം പുറകിലൊരു കാര്യമുണ്ടെന്നുള്ളത് ഓർത്തോണം. നിങ്ങൾ ഏകദേശം 18 വയസ്സ് വരെ 21 വയസ്സ് വരെ വേണമെങ്കിൽ പീഡിയാട്രിഷനെ കാണിക്കാം എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെ പീഡിയാട്രിഷനെ കാണിക്കാം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഡോക്ടറെ അടുത്ത് ഈ കുട്ടിക്ക് ഉള്ള ആ പെരുമാറ്റത്തിലെ വൈകല്യങ്ങളെക്കുറിച്ച് പറയണം. ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ കാണണുണ്ട് അവള്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഒരു അനുഭവം പറയാം.
എൻ്റെ മോള് 5ലോ 6ലോ മറ്റോ പഠിക്കുമ്പോൾ ഈ കുട്ടി സ്കൂളിൽ നിന്ന്, ഞാൻ കോടതിയിലായിരിക്കുമ്പോഴേ എനിക്ക് 11 മണിക്ക് കോടതി കയറും. ഇപ്പോൾ ഈ ഒരു 11:30-12 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് കോള് വരും, കുട്ടി ഛർദ്ദിച്ചു, വയ്യ, സിക്ക് റൂമിൽ കിടക്കുക. 2-3 ദിവസം അടുപ്പിച്ചിങ്ങനെ വന്നപ്പോൾ ഞാൻ എന്നിട്ട് സ്കൂളിൽ പോകണം, ഇവളെ കൊണ്ടുപോകണം, വീട്ടിലാക്കണം, തിരിച്ച് വക്കീൽ ഓഫീസിൽ വരണം. ഇതിങ്ങനെ എന്തു പറ്റി? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നുമില്ല. അപ്പോൾ എന്നോട് എൻ്റെ മദറില്ലോ പറഞ്ഞു, എൻ്റെ മദറില്ലോ പാവം മരിച്ചുപോയി, അവർ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, സിന്ധു, ഇവള് ഛർദ്ദിക്കുകയല്ല, ഇവളുടെ വായിൽ ഈ തുപ്പൽ മുഴുവനും ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തുപ്പുക, ഛർദ്ദിക്കണമൊന്നുമില്ല, ഇതെന്തോ വേറെ കുഴപ്പമായത്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കും മനസ്സിലായി അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ കാണിക്കണം, എന്താണാവോ ഈ കുട്ടി ഇങ്ങനെ, ഇതെന്താണാവോ, ഒന്നും കാണുന്നുമില്ല ഛർദി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഈ ഡോക്ടറെ വിളിച്ച് പറഞ്ഞത് അവൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, അവൾക്ക് എന്താ വല്ല വിഷമം ഉണ്ടാവണ കാര്യം ഉണ്ടായോ വീട്ടിൽ, മാർക്ക് കുറയും? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വീട്ടിലങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഡോക്ടറെ. അപ്പോൾ എന്നാൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഇവളുടെ അടുത്ത് കൂടെ പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇവൾക്ക് വോമിറ്റിംഗ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്ന് വിളിക്കുന്നു, തിരിച്ചു വീട്ടിൽ കൊണ്ടുവരുന്നു, ഇങ്ങനെയാണ്, ഇതെന്താണ്, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കാമോ എന്ന് ചോദിച്ചു. ഡോക്ടർ ഇവളെ ക്രോസ് ചെയ്ത് വന്നപ്പോൾ എന്താണെന്നറിയോ, ആ ഇടയ്ക്കാണ് ഇവളെ ഞങ്ങൾ മാറ്റി കിടത്തിയത്, വേറൊരു റൂമിലേക്ക് മാറ്റി കിടത്തി. ഞങ്ങളുടെ കൂടെ കിടന്നിരുന്നവളെ, വലിയ കുട്ടിയായില്ലേ, ഇനി വേറെ റൂമിലേക്ക് കിടക്കണം എന്ന് പറഞ്ഞ് അവളെ വേറൊരു മുറിയിലേക്കാക്കി. അതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഈ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരു വക്കീലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളുടെ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഇത് എന്താണ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യരുതായിരുന്നു, നിങ്ങൾ പതുക്കെ പറഞ്ഞ്, മോളെ നീ വലിയ കുട്ടിയായില്ലേ, ഇനി നിങ്ങൾ റൂമിൽ നിനക്ക് ഒറ്റയ്ക്ക് ഒരു റൂം വേണ്ടേ, നിനക്ക് അങ്ങനെ വേണ്ടേ, ഇങ്ങനെ വേണ്ടേ എന്ന് വെച്ചാൽ അവളെ പതുക്കെ വേണമായിരുന്നു മാറ്റാൻ. കണ്ടോ? അപ്പോൾ ഞാൻ ഇവളെ നിന്റെ ശരിയാക്കി തരാം ഞാൻ, നിനക്ക് എന്തിൻ്റെ അസുഖമാണ് എന്നൊക്കെ ചോദിച്ചു 2 അടിയൊക്കെ കൊടുത്താൽ ഈ കൊച്ചു ഒന്നും കൂടെ കുഴപ്പമായി പോയേനെ. എന്തോ അങ്ങനെ എനിക്ക് അന്ന് തോന്നി. ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണതിൻ്റെ കാര്യം, ഇതുപോലെ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. അത് വിദഗ്ധരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മളത് വേണ്ടത് ചെയ്താൽ അവൾ കറക്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവൻ കറക്റ്റ് ചെയ്യപ്പെടും. ഇനി കിടന്ന് മൂത്രം ഒഴിക്കുന്ന കുട്ടികളുണ്ട്. വലിയ കുട്ടിയായാലും അങ്ങനെ കിടന്നു മൂത്രം, ഇത് അടികൊള്ളാത്ത കുഴപ്പമാണെന്ന് പറയും. രാത്രി മൂത്രം ഒഴിച്ചിട്ട് കിടന്നുകൂടേടാ, പാവം കൊച്ച് എന്നാലും കിടന്നു ഒഴിക്കും. അതിനൊക്കെ ഇന്ന് മരുന്നുകളുണ്ട്. വിദഗ്ധരെ ഒന്ന് നമ്മളൊന്ന് അത് അവരോട് സംശയം ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്ത് ചെയ്യണമെന്ന്. അതിന് കുട്ടിയെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുകയല്ല ചെയ്യണ്ടേ, അത് പറഞ്ഞ് കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുകയല്ല ചെയ്യണ്ടേ. അതുപോലെ തന്നെ ഞാൻ ഓവർ വൃത്തിയുടെ കാര്യം പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറയാൻ കാര്യവും, ഒരു കേസ് എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ എൻ്റെ അടുത്ത് വന്ന കക്ഷി ഹസ്ബൻഡാണ്, അല്ല പെൺകുട്ടിയുടെ അച്ഛനാണ് എൻ്റെ അടുത്ത് വന്നത്. മാഡം, എൻ്റെ മോൾക്ക് ഈ ബന്ധം വേണമെന്നില്ല, ഇതങ്ങ് ഞങ്ങൾ വേണ്ടെന്ന് നോക്കുക, അവനെ കൊണ്ട് ഒരു രക്ഷയില്ല മാഡം, ഭയങ്കര ഉപദ്രവമാണ് എൻ്റെ മോളെ, നമുക്കിത് അവസാനിപ്പിച്ചേക്കാം മാഡം, അതിനെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ മുസ്ലിംസ് അവർ. അപ്പം ഞാൻ പറഞ്ഞു, ചാടിക്കയറി നിങ്ങളൊന്നും ചെയ്യരുത്. അയാൾ വിചാരിച്ച അയാൾക്ക് അന്ന് ഈ മുത്തലാക്കൊന്നും നിർത്തലാക്കണതിന് മുമ്പാണ്. ഞാൻ പറഞ്ഞു, അയാളൊരു തലാക്ക് ചൊല്ലിയാൽ നിങ്ങളുടെ മകള് വീട്ടിൽ വന്ന് നിൽക്കും, ഇനി വേണ്ട അവനെ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, എന്താ കാര്യം നോക്കാം. ഞാൻ പറഞ്ഞു, ആദ്യം ഒരു പരീക്ഷണാർത്ഥം ഈ പിള്ളേരെ 2നെയും കൂടെ ഒരു കൗൺസിലിങ്ങിന് വിടാം, എന്താണ് ഇതിലെ കുഴപ്പമെന്ന് അറിയണ്ടേ, എന്നിട്ട് ഇത് ശരിയാവില്ലെന്ന് അവർ പറയുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത നടപടി നോക്കാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇയാൾ ഞാൻ അയാളെ ഇങ്ങനെ ഇരുത്തി പറഞ്ഞു കൊടുത്തു അയാളുടെ ഭാര്യയും വന്നു. അങ്ങനെയാണ് അവർ എന്നാൽ ശരി എന്നുള്ള ലെവലിലേക്ക് എത്തി. ആ മോളെ വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ അയാളെ വിട്ടാൽ പറ്റൂലല്ലോ, അങ്ങനെ അയാൾ മോളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ഉപദ്രവിക്കണമെന്ന് അറിയണ്ടേ. ഞാനൊന്നും ചെയ്തിട്ടില്ല മാഡം. പിന്നെ എന്തിനാ അയാൾ ഉപദ്രവിക്കണേ? നമുക്ക് അങ്ങനെ അയാൾ ശരിയാവില്ലെന്ന് കണ്ടാൽ നമുക്ക് ഡൈവോഴ്സിന് വേണ്ട നടപടിയിലേക്ക് പോവാം. മോളാദ്യം കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്. ആ പയ്യൻ്റെ ഫാദറിനെ ഞാൻ തന്നെ നേരിട്ടൊന്ന് വിളിച്ചു, നിങ്ങൾ ഇങ്ങനെയൊന്ന് വിടൂ കുട്ടികളെ, അവർ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഈ കൗൺസിലിങ്ങിന് പോയപ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഈ കൗൺസിലർ എന്നെ വിളിച്ച് പറഞ്ഞത്, ഈ പെൺകുട്ടി ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ അവൾക്കൊരു ലൈംഗിക പീഡനമേറ്റിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിക്ക് ആൺകുട്ടികളോടും
ശാരീരിക ബന്ധത്തോടും വെറുപ്പാണ്, വിദ്വേഷമാണ് ഈ കുട്ടിക്ക്. അപ്പോൾ ഈ പയ്യൻ രാത്രി ഈ കുട്ടിയുടെ അടുത്ത് സ്നേഹപൂർവ്വം അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ പെൺകുട്ടി ഇവനെ തള്ളി മാറ്റി അടിച്ച് ഇവനെ വളരെയധികം ഉപദ്രവിക്കുകയും സഹിക്കാൻ വയ്യാതാവുമ്പോൾ ഇവൻ ഇവളെ അടിക്കുകയും ചെയ്യും. അതാണ് നടക്കുന്നത് രാത്രി. ഇത് പാരൻസ് അറിയുന്നുണ്ടോ? ഈ ചെറിയ പ്രായത്തിൽ അവളുടെ ബന്ധത്തിലുള്ള ഒരാൾ അവളെ എന്തോ കാര്യമായി ചെയ്തിട്ടുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക. അത് അവൾക്ക് എങ്ങനെയായി മാറി? പുരുഷനോടും ശാരീരിക ബന്ധത്തോടും ഒരു വിദ്വേഷമായി മാറി. ഇത് അച്ഛനമ്മമാരറിയുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അവർ റേപ്പ് ചെയ്തപ്പെട്ടിട്ടുണ്ടെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ ആരെങ്കിലും ഒരാളൊന്ന് കയറി പിടിച്ചാൽ മതി. ചെറിയ പ്രായത്തിൽ കൊച്ചിൻ്റെ ഉള്ളിൽ തോന്നും ഞാനൊരു ചീത്തക്കുട്ടിയായി, ഞാൻ ചീത്തയായി എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഒരു ആൺകുട്ടിയുടെ, പണ്ട് നമ്മൾ പറയും പെൺകുട്ടികളെ സൂക്ഷിക്കണം. ഇന്ന് പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും നമ്മുടെ ആൺമക്കളും സേഫ് അല്ല ഈ ലോകത്തെന്ന് മനസ്സിലാക്കണം. അവർക്ക് അവരുടെ ശരീരത്തിൽ ആരെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി സ്പർശിച്ചാൽ നോ എന്ന് പറയാനുള്ള ആർജവമുള്ള കുട്ടികളാക്കി വളർത്തണം നിങ്ങളുടെ മക്കളെ. നല്ല നട്ടലുള്ള കുട്ടികളായി, നല്ല എഫക്റ്റീവ് ബാക്ക് ബോൺസ് ഉള്ള കുഞ്ഞുങ്ങളായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തണം. ഇതിലെത്ര പേര്, എൻ്റെ മുമ്പിലിരിക്കുന്ന അച്ഛനമ്മമാരിൽ എത്ര പേര് കുട്ടിക്ക് നല്ല സ്പർശവും ചീത്ത സ്പർശവും, അതായത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും തമ്മിലുള്ള വ്യത്യാസം എത്ര പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? കണ്ടോ? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ, നിങ്ങൾ അമ്മമാരാണെങ്കിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പിള്ളേർ നമ്മുടെ സൈഡിൽ വന്ന് ചൂട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചൂട് ദോശയൊക്കെ ചുട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ സ്നേഹപൂർവ്വം, അവർക്ക് ഒരു ഉപദേശമാണെന്ന് തോന്നാത്ത രീതിയിൽ അവരുടെ തലച്ചോറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മോളെ, ആരെങ്കിലും നിന്നെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളോ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോ നിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മറ്റുദ്ദേശത്തോടു കൂടിയൊക്കെ ഒന്ന് തൊട്ടാലുണ്ടല്ലോ, നിനക്കിപ്പോൾ വേറെ തരത്തിലുള്ള ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കേണ്ട പ്രായമായതുകൊണ്ട് നിനക്ക് വേണ്ടാത്ത വികാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കൾ അങ്ങനെയൊക്കെ വന്നാൽ അതൊരു ചീത്ത സ്പർശമാണ്, അതൊരു ബാഡ് ടച്ചാണ് എന്ന് മോളുടെ ഉള്ളിൽ നീ നിൻ്റെ തലച്ചോറിനെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അറിയാതെ തെറ്റിൽ പോയി വീഴും മക്കളെ. ഇങ്ങനെ സ്നേഹപൂർവ്വം പറഞ്ഞ് ആൺകുട്ടികൾക്ക് അച്ഛന്മാർ പറഞ്ഞു കൊടുത്താൽ ഭയങ്കര എഫക്റ്റാണ് കേട്ടോ, ഭയങ്കര എഫക്റ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ബസ്സിൽ പോണു, അടുത്തിരിക്കുന്ന ഒരു പുരുഷൻ അവൻ്റെ തൊടയിൽ കൈ വെച്ചു, എടുക്കടോ കൈ എന്നും പറഞ്ഞ് അയാളുമായിട്ട് വഴക്കുണ്ടാക്കാതെ ഒരു നോട്ടത്തിൽ നിർത്താൻ നിങ്ങളുടെ മക്കൾക്ക് സാധിക്കണം. ഒരു നോട്ടത്തിൽ നിർത്താൻ തന്നെ അയാളുടെ കൈ അവിടെ നിങ്ങളുടെ എടുക്കുക അയാൾ തിരിച്ച്. മക്കളോട് പറയണം, ഇപ്പം ട്യൂഷൻ പഠിക്കാൻ പോണു, കൂടെ കൂട്ടുകാരിയും കൂടെ കൂട്ടിയാണ് ട്യൂഷൻ പഠിക്കാൻ പോകണമെന്ന് വിചാരിക്കുക. ആ കൂട്ടുകാരിയെ വിളിക്കാനായിട്ട് നമ്മുടെ മോള് അവളുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അകത്ത് നിന്ന് പറയുക, അവൾ കുളിക്കുക, മോള് കയറിയിരിക്കുക. നമുക്കറിയില്ല ആ കുട്ടി അവിടെ ഉണ്ടോയെന്ന്. ഇനി അയാൾ പറയുക, അവളിപ്പോൾ വരും, മോള് കയറിയിരിക്കുക. അപ്പോൾ അവിടെ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. ഈ കുട്ടി കയറിയിരിക്കണോ വേണ്ടേ? ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഇങ്ങനെ ചോദ്യം പോലെ ചോദിച്ച് അവളുടെ ഉത്തരം അവളിൽ നിന്ന് അല്ലെങ്കിൽ അവനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അവൾ പറയാം, അതിനെന്താ, അത് ദീപയുടെ അച്ഛനല്ലേ, അങ്ങോട്ട് കയറിയിരുന്ന എന്താ കുഴപ്പം? ദീപയുടെ അച്ഛനല്ല, ആരുടെ അച്ഛനാണെങ്കിലും മക്കൾ കയറിയിരിക്കരുത് മക്കളെ. അങ്ങനെ ഇരുന്ന എന്താ അമ്മേ കുഴപ്പം എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഇപ്പം നീ അങ്ങോട്ട് കയറിയിരുന്നു എന്ന് വിചാരിക്കും, അവിടെ ആരുമില്ല. അങ്ങേരോട് നിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, നിന്നെ നല്ല സ്നേഹമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, അതിനെന്നാ കുഴപ്പം? അയാളുടെ കൈ എങ്ങോട്ട് പോണൂന്ന് നീ ചിന്തിക്കണം. അയാളുടെ കൈ എങ്ങോട്ടേക്കാണ് നിന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ പോകുന്നതെന്ന് നീ ശ്രദ്ധിക്കണം. എന്ന് പറയുമ്പോൾ അത് നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് ആ സ്പർശം പോകുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം?
അവിടെ നിന്ന് അയാളോട് വഴക്കുണ്ടാക്കാനോ കരയാനോ ഒന്നും നിൽക്കാതെ വളരെ ബുദ്ധിപൂർവം അങ്കിളെ ഒരു ഗ്ലാസ് വെള്ളം തരാവോ കുടിക്കാൻ എന്നോ എന്തെങ്കിലും അങ്ങനെ ഒന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം പറയണം. കാരണം അവിടെ ആരും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഈ കുട്ടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആലോചിക്കും. പണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള പുരുഷന്മാരോട് ഇടപഴകുമ്പോൾ അവരുടെ പെരുമാറ്റം ഇഷ്ടപ്പെടണില്ലെങ്കിൽ ഉടനെ അവരോട് സാറിൻ്റെ വൈഫ് എന്ത് ചെയ്യണം, സാറിൻ്റെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചാൽ മതി. അവരുടെ ആ ബാഡ് ഇൻറ്റൻഷൻ കുറച്ച് നേരത്തേക്ക് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അവിടെ നിന്ന് പോകണമെന്ന്. വളരെ പ്രാക്ടിക്കലായ ഒരു വിദ്യ അത്. ഒരാളുടെ സംസാരം വളരെ മോശത്തിലേക്ക് പോകണമെന്ന് കണ്ടാൽ ഉടനെ അയാളുടെ ഭാര്യയുടെയും മക്കളുടെ ഓർമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം അയാൾ പതുക്കെ ഒന്ന് അടങ്ങും. ഇത് നമ്മളവിടെ നിന്ന് മാറണം. വഴക്കുണ്ടാക്കാൻ പോണേ എന്തിനാ? ഇതുപോലുള്ള ചെറിയ ചെറിയ ടെക്നിക്സ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഞാൻ പറഞ്ഞു. ഇപ്പോൾ ട്രെയിനിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴേ, പണ്ട് ട്രെയിനിലെ ആളുകളോട് ഞാൻ പൊതുവെ ഇത്തിരി സംസാര കൂടുതലുള്ള കുട്ടിയായിരുന്നു. അപ്പം എപ്പോഴും ഭയങ്കര ടോക്കറ്റീവാണ്. അപ്പം എല്ലാവരോടും വർത്താനം പറയും. അപ്പം അച്ഛനൊരു ഭയം തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ ബുദ്ധിപൂർവം നമ്മൾ ചിന്തിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടി അറിയണം നമ്മുടെ വായിൽ നിന്ന് തന്നെ. കൂടെ പഠിക്കുന്ന ആൺകുട്ടികളുടെ കൂടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് കുറച്ചു നേരം അടുത്തടുത്തിരിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള വികാരങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പോകുമ്പോൾ കുട്ടികൾ തെറ്റിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേസിൽ പ്രതിയാവാൻ ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പോക്സോ നിയമം എന്നൊരു നിയമമുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന നിയമമാണ്. ആ നിയമത്തിൽ പ്രതികളായി വരാൻ സാധ്യത എല്ലാത്തിലും എനി മാൻ എന്നുപയോഗിക്കുന്നതിന് പകരം എനി പേഴ്സൺ എന്നാണ് ആ നിയമത്തിൽ ഉപയോഗിച്ചേക്കണേ. പേഴ്സൺ എന്ന് പറയുമ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ഏതെങ്കിലും ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. വ്യക്തി ഒരു കുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറിയാൽ, ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചാൽ, ലൈംഗിക ചുവയോടുകൂടി സ്പർശിച്ചാൽ ഒരു വ്യക്തി, അപ്പോൾ അത് ആണോ ആവാം പെണ്ണും ആവാം. അതുകൊണ്ടാണ് 14 വയസ്സുകാരനെ പീഡിപ്പിച്ച 50 വയസ്സുകാരി പ്രതിയാകുന്ന കേസുകൾ വരുന്നത്. 14 വയസ്സുകാരനെ പീഡിപ്പിച്ച 50 വയസ്സുകാരിയും പ്രതിയായി ഈ നാട്ടിൽ കേസുകൾ വരാനുള്ള കാരണം ഇതാണ്. സ്ത്രീകളും കേസുകളിൽ പ്രതികളാകുന്നു. ക്രിമിനൽ കേസുകളിൽ സ്ത്രീകൾ പ്രതികളായി എൻ്റെ ഓർമ്മയിൽ പോലും പണ്ടൊന്നും ഇല്ലായിരുന്നു, ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇന്നതല്ല, പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്നവരിലെ നല്ലൊരു പങ്ക് സ്ത്രീകളാണ്. അപ്പോൾ ഇത് ഇവരുടെ പുറകിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എത്തി നിൽക്കുന്നത് +2 വിദ്യാഭ്യാസ കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അവർക്കുണ്ടായ ചില അനുഭവങ്ങളിൽ നിന്നാണ് അവരുടെ വ്യക്തിത്വം ആ രീതിയിലേക്ക് എത്തിപ്പറ്റുന്നത്. അത് മാനസികമായി ഒരു തയ്യാറെടുപ്പ് ഈ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. നമ്മുടെ കുട്ടികൾക്കൊരു പക്വത ഉണ്ടാക്കി കൊടുക്കാൻ, ലൈംഗിക പക്വത ഉണ്ടാക്കി കൊടുക്കാൻ, ആശയടക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കാൻ. നമ്മളും 24 മണിക്കൂറും ഈ മൊബൈലിൽ, ഞങ്ങളൊക്കെ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് കൂടുതലും. വീട്ടമ്മമാരായിട്ടുള്ളവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ലിമിറ്റ് വിട്ടാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികൾ വീട്ടിൽ വന്നാലെങ്കിലും ഇത് ഉപയോഗിക്കാതിരിക്കുക. 5 മണി വരെയെങ്കിലും കുഞ്ഞുങ്ങൾ ഇല്ലാതെയുള്ള സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങളിത് അധികം ഉപയോഗിക്കാതിരിക്കുക.